ആണ്. മലക്കുകളതാ സത്യനിഷേധിയെ പിടിച്ചു തള്ളുകയാണ്. പരിശുദ്ധഭാവികളാണ്, കണ്ണിൽ ചോരയില്ലാത്തവരാണ്, സൃഷ്ടാവിന്റെ കൽപ്പനകൾ എന്തോ അപ്പടി നടപ്പാക്കുന്നവർ. എന്നിട്ട് പറയാ കളവാക്കി നടന്നില്ലേ പരലോകം. അത് മൗലിമാർക്ക് വഴുതു പറയാനുള്ളൊരു വിഷയമാണ്. അതിന്റെ ഗൗരവം നീ തിരിച്ചറിഞ്ഞിരുന്നില്ലോ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ശരീരം കൊണ്ടവൻ അനുഭവിക്കുമ്പോ അത് ചോദിക്കണം, ഫസിഹിറുൻ ഹാദാ, നരകത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അത് ചോദിക്കും, ഇത് സിഹിറാണോ, മാജിക്കാണോ? ഇതൊന്നും സംഭവമല്ലെന്നല്ലേ നീ പലപ്പോഴും പറഞ്ഞിരുന്നത്? അള്ളാഹു വീണ്ടും പറയും, ഇസ്ലൗഹാ, കടന്നെരിയടോ നീ, ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും നിനക്ക് അനുഭവം അതന്നെ, നിനക്കൊരിക്കലും രക്ഷയില്ല. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. എത്ര കൃത്യമാണ് ആയത്ത്. ഇന്നമാ തുജ്സൗന, നീ ചെയ്തതിന്റെ ഫലം നീ അനുഭവിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾ അള്ളാഹു എന്ത് കൽപ്പന നടപ്പാക്കാൻ ആവശ്യപ്പെട്ടോ അത് കൃത്യമായി പ്രിയപ്പെട്ടവരെ നടപ്പാക്കുകയാണ്. നരകത്തിന്റെ ആഴം വല്ലാത്തൊരു ലോകമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ നബിയും സഹാബത്തും ഒന്നിച്ചിങ്ങനെ പോണ സമയത്ത് ഒരു ശബ്ദം, വലിയൊരൊച്ച കേൾക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുന്നാ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതാ ഇത് സമിയ വജബ, വലിയൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. എവിടുന്നേ ശബ്ദം കേട്ടു എന്ന് ഇങ്ങനെ ആർക്കും അറിയണില്ല. എന്തെങ്കിലും വീണോ, എന്തെങ്കിലും പൊട്ടിയോ? വലിയൊരു ശബ്ദം. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി ഇങ്ങോട്ട് ചോദിച്ചു, തദറൂന മാ ഹാദാ, ഈ ശബ്ദം എന്താണെന്ന് സഹാബത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, പ്രവാചകരെ അങ്ങേക്കും അല്ലാഹുമല്ലേ അറിയൂ, സാധുക്കളായ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ? റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ, 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് ഇട്ടൊരു കല്ലാണിത്. റസൂലുള്ളാഹി തുറന്നു പറയുന്നു, യഹ്വി ഫിന്നാരി അല്ലാൻ ഹത്തൻതഹാ ഇലാ ഖഅരിഹാ, ഇപ്പോഴാണ് അതിൻ്റെ അടിയിക്കെത്തിയ ഒച്ചയാണ്. പേടിപ്പിക്കാൻ പറയണല്ല, കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. വഹയി കിട്ടുന്ന മുത്തറസൂലിന്റെ വാക്കാണ്. നരകത്തിന്റെ ആഴം അത്രേ, എത്ര ആൾ ഉൾക്കൊള്ളാൻ. യൗമ നഖൂലു ലി ജഹന്നം ഹലിം തലഅതി, നരകത്തോട് ചോദിക്കാനല്ല, ഇനിയും നിനക്ക് ആളെ കൊള്ളാൻ കപ്പാസിറ്റി ഉണ്ടോ? ഹൽ മിൻ മസീദ്, എത്ര ആളുകളെയും ഉൾക്കൊള്ളാൻ ഞാൻ വിശാലമാണ്. നരകം അത്രയും വൈബുൽ അതുപോലെ ആഴവും വ്യാപ്തിയും അത്രയും വലുതാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിലെ ഓരോരവസ്ഥകളും പ്രയാസങ്ങളാണ്. നരകത്തിലെ തട്ടുകളുണ്ട്. ഓരോരുത്തരും അവിടെ ഇങ്ങനെ അല്ലേ, ലഹരി ഉപയോഗിച്ചവർക്ക് വേറൊരു ലോകം. തെറ്റുകൾക്കനുസരിച്ചുകൊണ്ട് ശിക്ഷയിലും വ്യത്യാസം. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ വിവിധ തട്ടുകളുണ്ട്. ഏറ്റവും അടിത്തട്ടിലാരാ? കപട വിശ്വാസികൾ. ഇന്നൽ മുനാഫിഖീന, കാപ്പട്യത്തിൻ്റെ മുഖം മൂടി അണിയല്ലേ പ്രിയപ്പെട്ടവരെ. വിജ്ഞാനവേദിയിൽ വരുമ്പോൾ മറ്റൊരു മുഖം, പള്ളിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു മുഖം, അങ്ങാടിയിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖം. പാടില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരൊറ്റ മുഖമേ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകൂ. കാപ്പട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും സഞ്ചരിച്ചാൽ, കപട വിശ്വാസികൾ പെട്ടുപോയാൽ, സുഹൃത്തേ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിത്തട്ടിലാണ് കപട വിശ്വാസികൾ. അവിടെ വിശ്വാസിക്ക് ലക്ഷണമായി റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ജസ്റ്റ് ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ആയത്തുൽ മുനാഫിഖ് സലാസ, മുനാഫിക്കിന്റെ ലക്ഷണം 3 എണ്ണമാണ്. വാ പൊളിച്ചാൽ നുണ പറയും. ഉണ്ടോ ഇരിക്കണം നമ്മളിലെങ്കിൽ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. നുണ പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും സത്യമേ പറയാവൂ. വലൗകാന മുറാ, കൈപ്പുറ്റതാണെങ്കിലും. 2 റസൂലുള്ളാഹി പറയുന്നു, വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വിശദീകരിക്കുന്നില്ല സഹോദര. വഇദു ഉതുമിനഹാ ഖാന, വിശ്വസിച്ചാ ചതിക്കുക. വൈദാ ഫജറ ഫസഖ, പിണങ്ങിയ തെറി പറയാം. അതൊക്കെ കാപ്പറ്റുന്ന ലക്ഷണം. നരകത്തിന്റെ അടിത്തട്ട്. സുഹൃത്തുക്കളെ, പരലോകത്തെത്തുന്ന സമയത്ത് ഓരോരുത്തരും വേഗമുണ്ട് അല്ലേ. ഓരോരുത്തർ ഇപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്, ഞാൻ എവിടെയാണ് നിൽക്കണു വെച്ചാൽ അവിടെ നിന്ന് മനസ്സിലാവും. ആരെന്ത് തെറ്റ് ചെയ്തു എന്ന് അവിടെ ചോദിക്കേണ്ടതില്ല.
ഓരോരുത്തരും ഇങ്ങനെ കമ്പാർട്ട്മെന്റ്. ആ വീതക്കാർ ലോകത്ത് ഇങ്ങനെ ഉണ്ടാവും, പലിശക്കാർ മറ്റൊരു ലോകത്ത്, ലഹരിക്കാർ മറ്റൊരു ലോകത്ത്, ശിർക്ക് ചെയ്തവർ കഠിനമായ ശിക്ഷയുടെ ലോകത്ത്. ഒക്കെയും കൃത്യമായി റഹ്മാനായ റബ്ബ് വേർതിരിക്കും. ലാ യുസ്അലു അൻ ദംബിഹി, ആരെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കേണ്ടതില്ല. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, അടയാളങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും വേർതിരിച്ചറിയും. ഫയൂഖദു ബിന്നവാസി വല്ലഖ്ദാം, അവന്റെ കുടുംബക്ക് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത തട്ടുകളുണ്ട്. ശിക്ഷകൾക്കനുസരിച്ചുകൊണ്ട് ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ട്. പ്രയാസങ്ങളുടെ മേൽ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ പരലോകം. അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ശിക്ഷയുടെ ഇനങ്ങളാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്ന എന്താ? കല്ലാണ്. മനുഷ്യന്റെ കൂടെ കത്തിക്കപ്പെടുന്ന എന്താ? കല്ല. കല്ലിന്റെ അവസ്ഥ എന്താ? സാധാ ഡിഗ്രി പോലല്ലോ, 10, 700, 600 ഡിഗ്രി വേണം കല്ല് ചൂടാകാൻ, ഒരുക്കി എടുക്കാനൊക്കെ. അതിങ്ങനെ അതിൻ്റെ കൂടെ മനുഷ്യരെ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ചിന്താർഹമാണ്. എൻ്റെ മോമിനിങ്ങളെ, ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട വാക്കാണത്. വഖൂദു ഹന്നാസു വൽ ഹിജാറ, വഖൂദു ഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. ബഖറ സൂറയിലും ആ വഖൂദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഖുർആൻ വെല്ലുവിളി നടത്തിയപ്പോ, കൊണ്ടുവരികടാ നിങ്ങൾ ഖുർആനെ പോലൊരു ഗന്ധം കൊണ്ടുവരിൻ. ഫഇല്ലൻ തഫ്അലൂ വലൻ തഫ്അലൂ, സാധ്യമല്ലേ, ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ഖുർആൻ അംഗീകരിക്കാതെ, അതിൻ്റെ വെളിച്ചത്തിലേക്ക് വരാതെ, അതിനെ അവഗണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ധിക്കാരത്തോടെ നടക്കുന്ന കൂട്ടരെ, ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, നിങ്ങൾ ഒരുക്കാനല്ല, നിങ്ങളെ ഒതുക്കാനല്ല നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉഇദ്ദത്തിൽ കാഫിരീൻ, ഇത്തരം ആളുകൾക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യനിഷേധികളുടെ സങ്കേതമാണ് പ്രിയപ്പെട്ടവരെ നരകം. അപ്പൊ എന്താ? നരകത്തിൽ കത്തിക്കപ്പെടുന്ന വഖൂദു ഹന്നാസു വൽ ഹിജാറ, കല്ലുകളാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടാകുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ കൂട്ടത്തിലുണ്ടാകുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഇടങ്ങേറിലേക്ക് പോകേണ്ടി വരുമോ? ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ നഷ്ടക്കാരാണെന്നോ? സ്വന്തങ്ങളെ സ്വർഗത്തിൽ കിട്ടാത്തവരാണ്. ഏറ്റവും വലിയ നഷ്ടക്കാരാണെന്നോ? ഓടപ്പറപ്പിങ്ങളെ കൂടെ കിട്ടാത്തവരാണ്. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ, ഏറ്റവും വലിയ നഷ്ടക്കാർ കച്ചവടത്തിൽ ലാഭം കിട്ടാത്തവരല്ല, ഇവിടെ എന്തെങ്കിലും സംരംഭങ്ങളിൽ പരാജയപ്പെടുന്നവരല്ല, സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും കൂടെ കിട്ടാത്തവരാ. എല്ലാവരും ആലോചിച്ചു. ഈ വിറകായി കത്തിക്കപ്പെടുന്ന കൂട്ടത്തിൽ കല്ലിന്റെ കൂടെ സുഹൃത്തേ നമ്മുടെ മക്കളെ കത്തിക്കപ്പെടുമോ? നമ്മൾ നമസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോ നമ്മുടെ മക്കളെയും നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. സുഹൃത്തേ, വിജ്ഞാനവേദിക്ക് വരുമ്പോ ഇവിടെ നിന്നോ, എൻ്റെ കൂടെ വരണ്ട. അല്ലെങ്കിൽ അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെയാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇങ്ങോട്ട് വന്നതെങ്കിൽ ഗൗരവത്തോടെ ആലോചിച്ചോ സുഹൃത്തേ. 10-50 കൊല്ലം ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, അതാ നാളെ പരലോകത്ത് ഭർത്താവും നരകത്തിൽ കല്ലിന്റെ കൂടെ കത്തിക്കപ്പെടുന്ന ഇന്ധനമായി മാറുന്നു. ആലോചിച്ചോളില്ലാരും. അതുകൊണ്ട് ആയിഷ, നരകം ഭീകരമാണേ. ഒരു കാരക്ക് ചീള് കൊടുത്തെങ്ങാനും രക്ഷപ്പെടാൻ പഴുതുണ്ടെങ്കിൽ ആയിഷ ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഭയാനകമാണ് നരകത്തിന്റെ ഓരോരോ അവസ്ഥകൾ. നരകത്തേക്ക് എങ്ങനെ മനുഷ്യരെ കൊണ്ടുവരാന്നോ? മുഖം കുത്തിയ നിലയിൽ ഇങ്ങനെ കൊണ്ടുവരും. അപമാനിക്കുന്ന ലോക പ്രിയപ്പെട്ടവരെ നരകം എന്ന് പറഞ്ഞാൽ. എല്ലാരെയും അപമാനിക്കുന്ന ലോകമാണ്, എല്ലാരെയും തൊലിയിരിക്കുന്ന ലോകമാണ് അല്ലേ? എല്ലാരെയും തൊലി, നമ്മുടെ തനി നിറം അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ആരെ പറ്റി ഒന്നും ചോദിക്കണ്ട, അവന്റെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയുന്നു. മുഖം കുത്തിയ നിലയിൽ സ്വഹാബാക്കിറാൻ ചോദിച്ചു, നബിയേ എങ്ങനെ മുഖം കുത്തിയ നിലയിൽ? അപ്പൊ കാൽമേൽ പോട്ടോ. പ്രവാചകൻ ആ സഹാബത്തിനോട് പറഞ്ഞു, അലൈസല്ലദീ അംശാഹും അലാ റജുലിഹിം ഫിദ്ദുനിയാ, കാലിൽ ദുനിയാവിൽ നടത്താൻ സാധിപ്പിച്ച റബ്ബ്, 2 കാലിൽ ഈ ദുനിയാവിൽ നടത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള റബ്ബിന് ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനാണ്. അലാ യുംശിയുഹും അലാ വുജൂഹിഹിം യൗമൽ ഖിയാമ, പരലോകത്ത് നിങ്ങളെ തല കൊണ്ട് നടത്താൻ അല്ലാഹ് കഴിയുന്നതാണ്. അതൊക്കെ അപമാനത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണ്, പ്രയാസപ്പെടുത്തലിന്റെ വല്ലാത്തൊരവസ്ഥയാണ്. നിന്ദിക്കുന്ന ലോകമാണ് പ്രിയപ്പെട്ടവരെ. നജ്സി കുല്ല കഫർ, നന്ദി കെട്ടവന് കൃത്യമായി റബ്ബ് കണക്ക് നോക്കി കൊടുക്കുമെന്ന് ഖുർആൻ പറയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണപാനീയം പ്രയാസകരമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പിന് ഭക്ഷണം നമുക്ക് റാഹത്താണ്. നല്ല അല്ലേ? നോമ്പുറക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തോ റാഹത്ത്. അങ്ങനെ ഇറങ്ങിപ്പോണെന്ന് നമ്മളറിയാം.
എന്താ ഭക്ഷണവും വെള്ളവും എന്നൊക്കെ പറയുമ്പോൾ, തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ, തണൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദുനിയാവിലൊരു മനസ്സിന് ആശ്വാസമാണ്. എന്നാ അവിടുത്തതൊക്കെ ഇടങ്ങാറ്. ആ തണലൊക്കെയാണ് മാറിയിരിക്കും പറയും. ആ തണലൊക്കെ മാറിക്കും. ഓ തണൽ നെല്ലെന്ന് കേൾക്കുമ്പോൾ കരിമ്പുകയുടെ ചുരുളുമായി ഇറങ്ങി വരുന്ന കരിമ്പുകയുടെ ചുരുളാണ്. അപ്പൊ വിഷമാണ്, പ്രയാസാണ്. തണലിൻ തലിക്കോ ഇലാമാലിക്കോ ഇലാ ളിൻ ദീ സലാസി ശുഅബിൻ ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്. ആ തണലിക്ക് നിന്നവൻ ആശ്വാസമില്ല, കുളിർമയില്ല, പ്രയാസത്തിന് മേൽ പ്രയാസം. ഭക്ഷണവും പ്രയാസ പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ഒരു ഭക്ഷണത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താ. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. ദരീയിൽ നിന്നാണ് ഫുഡ്. മറ്റിടത്തോ ദുഖാൻ സൂറയിൽ ശജറത്ത സഖൂം തആമുൽ ലസീം. പാപി നിന്റെ ഭക്ഷണം സഖൂമിൽ നിന്നാണ്, നരകത്തിന് മുളച്ചു പൊങ്ങുന്നൊരു മരാണ് സഖൂം. അതിൻ്റെ ഭക്ഷണം സത്തിന് ഷീ കഴിക്കാൻ കൊടുക്കണം. ആലോചിച്ചൊക്കെ ഞാൻ ഈ ആയത്ത് എപ്പോഴും ഓതുമ്പോൾ എൻ്റെ മനസ്സിൽ അള്ളാഹ്ക്ക് നമ്മോടുള്ള ഇഷ്ടമാണ് പറയാറ്. ഒരു ഫുഡ് കഴിച്ചാൽ ആ വയറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പോലും പടച്ചു മുൻകൂട്ടി നമുക്ക് പറഞ്ഞെന്താ, ഈ സഖൂം വൃക്ഷത്തിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ളൊരു മനുഷ്യന് എത്തിപ്പെടാതിരിക്കാൻ. സഖൂം വൃക്ഷാണ്. ഇന്ന ശജറത്ത സഖൂം തആമുൽ ലസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ. ആ ഫുഡ് വയറ്റിലെത്തുമ്പോഴേക്കൊന്നും വയറതാ തിളച്ചു മറിയുകയാണ്. അടുപ്പത്ത് വെച്ച ആ ഒരു പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളക്കുന്നത് പോലെ കാലിൽ ഹമീം. വെള്ളം ഇങ്ങനെ വെട്ടിത്തിളക്കുന്ന പോലെ വയറിങ്ങനെ തിളച്ചു മറി. ഇതെന്തിനാ? ലായുസ്മിനു വലാ യുഗ്നി. ഓന് പോഷണം നൽകാനോ വിശപ്പിന് പരിഹാരമല്ല, ഓനൊന്നും ഇടങ്ങാറാക്കും. ചുട്ടുതിളക്കുന്ന വെള്ളം അവൻ കുടിച്ചേ പറ്റൂ. കുടിപ്പിക്കും. സുക്കോ എന്ന് പറഞ്ഞെന്താ? കുടിപ്പിക്കും സുഹൃത്തെ. ചുട്ടു തിളക്കുന്ന വെള്ളം അവനെ കുടിപ്പിക്കും. മറ്റൊരിടത്തുള്ള പറയുന്നു, ദാഹിച്ചു വലഞ്ഞൊരൊട്ടകം നാളുകൾക്ക് ശേഷം ഒരൽപ്പം വെള്ളം കിട്ടുമ്പോ എത്ര ആർത്തിയോടുകൂടിയാണ് ആ വെള്ളം കുടിക്കുക. അതുപോലെ അവൻ ആർത്തിയോടുകൂടി വെള്ളം മോന്തി കുടിക്കും. ഏത് സൂറത്താ? വാക്യ സൂറയാണ്. ആയത്തുകൾ ഞാനിങ്ങനെ ഓതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സൂറ ഇങ്ങനെ മനസ്സിൽ വരും. അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ ആരാണോ? ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തർഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം സുമ്മ ഇന്നകും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ ഫനുസുലും മിൻ ഹമീം. വിശ്വാസികളെ പേടിക്കേണ്ട ആയത്ത്. ഇടത് കയ്യിൽ പുസ്തകം വാങ്ങുക. എത്ര ആയത്തുണ്ട്? ആരാ ഇടത് കയ്യിൽ പുസ്തകം വാങ്ങുന്നവർ? ഫീ സമൂമിൻ, ചുട്ടുതിളക്കുന്ന വെള്ളത്തിലാണവർ. സമൂം എന്ന വാക്കിൻ്റെ അർത്ഥം ചുട്ടുതിളക്കുന്ന വെള്ളത്തിലാണവർ. വഹമീം, സമൂമിൻ വഹമീം, തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റാണ്. അല്ലാഹ് പറയാണ് സമൂമിൻ വഹമീം ലാ ബാരിദിൻ, തണലേകൂല, തണുപ്പ് നൽകൂല, നിനക്ക് സുഖദായകല്ല. ഇനി ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവർ, ആരാണ് ഈ വിഷമത്തേക്ക് എത്തിപ്പെടുന്നത്? ഇനിയാണ് കണ്ണു തുറന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തറഫീൻ. സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടവൻ സുഖിച്ചവരാണ്. നോമ്പ് വന്നു, വീട്ടിൽ ദീനില്ല, അത്താഴത്തിന് എഴുന്നേൽക്കുന്നില്ല, സുഹൃത്തേ ഖുർആൻ പാരായണമില്ല, തറാവീഹ് നമസ്കാരമല്ല, ഖുർആൻ എടുത്തോതുന്നൊരവസ്ഥയില്ല, വെറും ദുനിയാവിൽ ആലോചനകൾ മാത്രമാണ് വീട്ടിലുള്ളത്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തറഫീൻ. അവരാരാ? ദുനിയാവിൽ അവരെങ്ങനെയായിരുന്നു? ഈ പ്രയാസത്തേക്ക് എത്തിയവരെ പറ്റി പഠിച്ച പറയാ, സുഖിയന്മാരായി ഇങ്ങനെ കഴിയുക. ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞാൽ ആവർത്തിക്കല്ല പ്രിയപ്പെട്ടവരെ.
ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞാൽ പിന്നെ ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ. പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ വിഷയത്തിൽ പാടില്ല. ശിർക്കിൻ്റെതാണെന്നറിഞ്ഞാൽ, സുന്നത്തിൻ്റെതാണെന്നറിഞ്ഞാൽ, ബിദ്അത്തിൻ്റെതാണെന്നറിഞ്ഞാൽ പിന്നെ ആ ലോകത്തേക്കൊരു വിശ്വാസി പോകാൻ പാടില്ല. നരകത്തിൽ പ്രയാസപ്പെടുന്നവരാരാ? വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. വമ്പിച്ച പാപത്തിൽ അവർ ശടിച്ചു നിൽക്കുന്നവരാണ്. ഓലാസക്കും വിഷന്ന് കഴിക്കേണ്ടി വരും, ഓലാറിയിൽ നിന്ന് കഴിക്കേണ്ടി വരും. യുസിറുവനാലിൽ ഹിൻസിൽ അലീം. ഇങ്ങോട്ട് പിന്നെ അവൻ്റെ ഒരു അവസ്ഥ എന്താ? പരലോകമൊക്കെ പറഞ്ഞാൽ കളിയും തമാശയാണ് അല്ലേ? പരലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാമിത്തനാവ കുന്നാ തുറാബം വഇലാമ, മണ്ണായി അസ്ഥിശകലങ്ങളായി മണ്ണോട് ചേർന്നാൽ ഐനാലമബഊസൂൻ, ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? അതിന് അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? ഉയർത്തെൽപ്പിക്കാല്ല, അന്യാന്റെ വല്ലിപ്പാരെയൊക്കെ കൊണ്ടുവരുന്ന അവ ആബാഉനല്ലവലൂൻ. മേക്കാല് വെച്ച് സംസാരിക്കുകയാണ്. ഞാനും വരുമെന്നോ, പൂർവികരായ ഞങ്ങളുടെ മാതാപിതാക്കളും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നോ? പറയൂ പ്രവാചകരെ, കുല്ലിന്നല്ലവലീന വല്ലാഖിരീൻ. ആദം നബി മുതൽ എത്ര കോടി മനുഷ്യർ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടോ, മരിച്ചു പോയിട്ടുണ്ടോ? ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. നിർണിത ദിവസത്തിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. സെക്കൻഡ് മതി പ്രിയപ്പെട്ടവരെ. അത് വാക്യ സൂറത്തിന്റെ സൗന്ദര്യം എന്താണെന്നോ? ഇതിങ്ങനെ പറഞ്ഞിട്ട് പടച്ചോൻ പറയുന്നുണ്ട്, ബുദ്ധിയും തൻ്റെയുള്ള മനുഷ്യനോട് ചിന്തിക്കാൻ പാറുണ്ട്. ഒരു 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നിലൊക്കെ ഒരു കഴിവുറ്റ നാഥന്റെ ഇടപെടലുണ്ടെങ്കിൽ ഇത് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഫറഅയ്തും മാ തഹറുസൂൻ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. ഓല മനസ്സിലെ, സഹാബത്തിന്റെ മനസ്സിൽ ശരിക്കും പരലോകം തട്ടിയത് ഇങ്ങനത്തെ ആയത്തുകൊണ്ടാണ്. പരലോകോല മനസ്സിക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനത്തെ ആയത്തുകൊണ്ടാണ്. തീനെ പറ്റി അവർ ചിന്തിച്ചു, വെള്ളത്തെ പറ്റി അവർ ചിന്തിച്ചു, കൃഷിയിടത്തെ പറ്റി അവർ ചിന്തിച്ചു. അപ്പോൾക്ക് മനസ്സിലായി ഇത് യാഥാർത്ഥ്യമാണെന്ന്. എല്ലാരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനു ശേഷം അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നോ? സുമ്മ ഇന്നക്കും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. വഴിപഴവിലൂടെ സഞ്ചരിച്ച് ദീനിനെ പുച്ഛിച്ച് പരിഹസിച്ച് നടന്നവരെ, ഫമാലിഊന മിൻഹൽ ബുത്തൂൻ ളാലൂനൽ മുകദ്ദിബൂൻ ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. കഴിക്കിനടാ സഖൂം വൃക്ഷത്തിൽ നിന്ന്, കഴിപ്പിക്കും പ്രിയപ്പെട്ടവരെ. മാലിഊന മിൻഹൽ ബുത്തൂൻ, വയറ് നിറച്ചേ പറ്റൂ. ശാരിബൂന അലൈഹി മിനൽ ഹമീം, ചൊട്ട് തിളക്കുന്ന വെള്ളം അതിന് അല്ലാഹു വെള്ളമായി കുടിക്കാൻ നൽകപ്പെടുകയാണ്. ദാഹിച്ചു വലഞ്ഞൊട്ടകം മോന്തി കുടിക്കുന്നത് പോലെ കുടിച്ചേ പറ്റൂ. ഇടള്ളവരെ അണക്കുള്ള വിരുന്നതാണെന്ന്. അതാനുസുലും യോമദ്ദീൻ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ഭക്ഷണം വിഷമാണ്, വെള്ളം പ്രയാസമാണ്, എല്ലാം പ്രയാസമാണ്. ഡ്രസ്സ് അണിയിക്കപ്പെടുന്ന തീയ ഡ്രസ്സാണ്. ഡ്രസ്സ് തീയ. വല്ലദീന കഫറൂ, സത്യനിഷേധി, ഖുത്തിഅത്ലഹും സിയാബും മിൻ നാർ. തീയിനാൽ ഡ്രസ്സാണ് നിനക്ക് മുറിച്ചു തരുന്നത്. അതും പ്രയാസപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിലെ വസ്ത്രവും പ്രയാസാണ്, എല്ലാം പ്രയാസാണ് അല്ലേ? ഡ്രസ്സിനെ പറ്റി ഖുർആൻ പറയാണ്, തറൽ മുജ്രിമീന മുഖറനീന ഫിൽ അസ്വാദ്. ചെങ്ങലകൾ, അത് ഒരു വല്ലാത്തൊരു ഖുർആനിന്റെ ആവർത്തിച്ചു വന്നൊരു വാക്കാ. ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ടതിൽ ഒന്ന് കൈകാലും ഇട്ട് അടിക്കാനും പറ്റൂല. ചെങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവൻ നരകത്തിൽ. കേട്ടോ, സറാബീലുഹും മിൻ ഖത്തിറാൻ, സറാബീലുഹും മിൻ ഖത്തിറാൻ. പ്രിയപ്പെട്ടവരെ, ഖത്തിറാൻ എന്ന് പറഞ്ഞാൽ ടാറ് ഖേ, അതാണ് അവൻ്റെ സറാബീൽ എന്ന് പറഞ്ഞ അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ പാൻറ്റും കുപ്പായൊക്കെ. മിൻ ഖത്തിറാൻ വുജൂഹുഹുമുന്നാർ, നരകം തീ കൊണ്ട് ഇങ്ങനെ പൊതി. സറാബീലും മിൻ ഖത്തിറാൻ തഗശാ വുജൂഹുമുന്നാർ. സുഹൃത്തുക്കളെ, എന്ന ജീവൻ പോകുമോ? കുറച്ചേരൊക്കെ ഇത് അനുഭവിച്ചിട്ട് മരിക്കായിരുന്നു. അത് നടക്കൂല അല്ലേ? ഇങ്ങനത്തെ ഒരു നരകം പോണോ പ്രിയപ്പെട്ടവരെ? ആകാശലോകത്തിലൂടെ കണ്ണോടിച്ചപ്പോൾ റബ്ബിനെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? കഴിവുറ്റ റബ്ബിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. നരകത്തിൽ മരണം സംഭവിക്കൂല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അതല്ല പ്രിയപ്പെട്ടവരെ പ്രശ്നം. ഒരല്പസമയം മരണം സംഭവിച്ചാൽ, ഒരല്പസമയം കൊണ്ട് മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. അതല്ലേ ചില ആളുകളൊക്കെ വണ്ടിക്കാണ് തല വെക്കണത്.
മണ്ണെണ്ണ പാർന്ന് തീ കൊളുത്തുന്നത്, പെട്രോൾ ഒഴിച്ചുകൊണ്ട് ജീവൻ കളയുന്നു. സെക്കൻഡ് കൊണ്ട് റൂഹ് പിരിഞ്ഞാലേ ഇത് റൂഹ് നൽകിയ റബ്ബ് മരിപ്പിക്കൂല, മരണം സംഭവിക്കൂല. നീറിയവൻ കാലാകാലം ലാബിസീന ഫീഹാ അഹ്ഖാബാ, കാലങ്ങളായി അവൻ നരകത്തിന്റെ ഭീകരതയിൽ മുന്നോട്ട് പോകേണ്ടി വരികയാണ്. വല്ലദീന കഫറു, ഞാൻ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചില്ലേ ഒരു വചനം, സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. വല്ലദീന കഫറു, സത്യനിഷേധി എന്ന് കേൾക്കുമ്പോ ഈ ക്ലാസ് കേൾക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ല സത്യനിഷേധി എന്ന് കേൾക്കുമ്പോൾ അമുസ്ലിമാണെന്ന്, മറ്റുള്ളവരാണെന്ന്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് സത്യനിഷേധികൾ ഭൂരിഭാഗവും. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്നറിഞ്ഞിട്ടും, പരലോകം സത്യമാണെന്നറിഞ്ഞിട്ടും, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നറിഞ്ഞിട്ടും, എല്ലാം മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാതെ അംഗീകരിച്ച് അതിനെ നിഷേധിക്കുന്നു. അതാണ് കുഫാർ. സത്യനിഷേധിയും നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതൂ, മരണം വിധിച്ചിരുന്നുവെങ്കിൽ നിനക്ക് മരിക്കാമായിരുന്നു. മരണം വിധിച്ചിരുന്നെങ്കിൽ മരിക്കായിരുന്നു, മരിക്കൂല. നരകത്തിൽ ഇങ്ങനെ വല്ലാതെ വിഷമനുഭവിക്കുന്നവനെ ഒരു ദിവസത്തെ ശിക്ഷയിൽ ഒരു ദിവസം ഒരളവ് തരുമെന്ന് ചോദിക്കുന്നൊരായത്തുണ്ട്. യൗമം മിനൽ അദാബ് ഉദ്ഉ റബ്ബക്കും, നരകത്തിന്റെ പാറാവുകാരായ മലക്കളോടെ സത്യനിഷേധി ആവശ്യപ്പെട്ട ഉദ്ഉ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കിൻ. യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്, ഒരു ദിവസം ഞങ്ങൾക്കൊരളവ് നൽകുമോ? സഹിക്കാൻ പറ്റുന്നില്ലത്, താങ്ങാനാവുന്നില്ല. ഈ അല്ലാത്തൊരു ലോകത്താണ് ഞങ്ങൾ. ഒരല്പ ദിവസം വേണ്ട, ഒരു ദിവസം ഞങ്ങൾക്കൊരു ഇളവ് നൽകുമോ? ശിക്ഷയിൽ നിന്നൊരു കുറവ് നൽകുമോ എന്ന് ചോദിക്കുന്ന ആയത്ത് ഖുർആനിൽ കാണാം. മറ്റൊരിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വനാദോ യാ മാലിക്കു, മാലിക് എന്ന മലക്കിനോട് നരകവാസി ചോദിക്കുകയാണ്, ലിയഖ്ദി അലൈനാ റബ്ബുക്, റബ്ബിനോട് നിങ്ങളൊന്ന് ആവശ്യപ്പെടുമോ? എന്താണ് ആവശ്യപ്പെടാൻ പറയുന്നതെന്ന്? മരിപ്പിക്കാൻ. ഞങ്ങളും ജീവൻ കളയാൻ വേണ്ടി ഞങ്ങളുടെ റൂഹൊന്ന് എടുക്കാൻ അല്ലാണെന്ന് പറയോ? ആ സമയത്ത് എന്താ മാലിക് എന്ന മലക്കിന്റെ മറുപടി? ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ ശാശ്വതരായി ജീവൻ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകേണ്ടവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം പ്രയാസകരമാണ്, എല്ലാം വിഷമകരമാണ്. എത്ര ആയത്തുകൾ നരകവുമായി ബന്ധപ്പെട്ടുന്നുണ്ടെന്നോ. തൊലി ഇങ്ങനെ മാറും, ഒലിച്ചിറങ്ങുമ്പോൾ ഒലിക്കുമ്പോൾ വേറെ ഫ്രഷ് തൊലി ഇങ്ങനെ ഇടും. അങ്ങനത്തെ ആയത്ത് കേട്ടില്ലേ നിങ്ങൾ? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ നുസ്ലീഹിം നാറാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. കുല്ലമാ നുളിജത് ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, എത്ര മനുഷ്യരെ കൊന്നോനി കൃത്യമായിട്ട് ശിക്ഷിക്കാൻ അല്ലാഹു കഴിയും. വേറെ ഫ്രഷ് തൊലി ഇങ്ങനെ വരും. എന്തിനാൽ ഈ യദൂഖുൽ അദാബ, ആസ്വദിക്കണം. ആയിരങ്ങളെ കൊന്നൊടുക്കിയവനാണ്, ഒട്ടനവധി തിന്മകൾ ചെയ്തവനാണ്, അവൻ അനുഭവിച്ചേ പറ്റൂ. സുഹൃത്തുക്കളെ, നരകത്തിൽ ഓനെ മിണ്ടാൻ അയക്കൂല, അതാ പ്രശ്നം. ഓനെ വാ പൊളിക്കാൻ അയക്കൂല. ലഫ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. ലഫ് എന്താ? മുഖം കരിച്ച് കളയാ. സുഹൃത്ത് മുഅ്മിനൂന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. ഇടത് കയ്യിൽ പുസ്തകം, പിന്നെ ആരുടെ തുലാസ് നന്മയാൽ കനം തൂങ്ങി അവൻ വിജയി, തിന്മയാൽ കനം തൂങ്ങി നന്മയില്ലാത്തവൻ അവരാ നഷ്ടക്കാരാണെന്ന് പറഞ്ഞിട്ട് തെൽഫഹു വജൂഹും മിന്നാർ, നരകം അവന്റെ മുഖം ഇങ്ങനെ, മുഖത്തെ മാംസം ഇങ്ങനെ കരിഞ്ഞു കളി. പല്ലിളിച്ചവനായെന്നില്ലേ തെൽഫഹു വജൂഹും മിന്നാർ എന്നാണ്. എന്താ? അവന്റെ പല്ലിളിച്ചും കൊണ്ടിരിക്കും. മുഖത്തെ മാംസം പോയാൽ പിന്നെ തലയോട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പല്ലിങ്ങനെ കാണുമ്പോൾ ചിരിക്കാൻ തോന്നും. എന്നിട്ടോ അവൻ അവിടുന്ന് പ്രയാസത്തോടെ അല്ലാണ്ട്, അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തുവോ, ഒന്ന് കരകയറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ. അപ്പൊ അല്ല ചോദിക്കാം, അലന്തുക്കുനായ അത്യസുലാലയിക്കും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഓതി കേൾപ്പിച്ചിരുന്നില്ലേ, നീ അതിനെ കളവാക്കുകയായിരുന്നുവല്ലേ. വിശ്വാസികളെ, അവസാനമായി റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഒന്ന് കരകയറ്റ റബ്ബേ, ഒന്ന് തിരിച്ചു പോക്കാൻ അവസരം കൊണ്ടാ. ഇനി ഞങ്ങൾ നന്മയിലൂടെ സഞ്ചരിക്കാതെ തിന്മയുടെ വഴിയിൽ തന്നെയാണോ സഞ്ചരിക്കുക ഞങ്ങൾ അക്രമകാരികൾ? ആ സമയത്തുള്ളവരെ മിണ്ടല്ലടോ, ഈ ആയത്തൊക്കെ നിങ്ങൾ ഖുർആൻ ഓതും അടിവരയിടണം. മിണ്ടല്ല നീ, ഒരക്ഷരം മുരിയാടാൻ ഇന്നത്തെ ലോകത്ത് നിനക്ക് ചാൻസ് ഇല്ല. എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് ഞാൻ അവസരം നൽകിയിരുന്നു. അലന്തൊക്കുൻ ആയാതീ തുത്ലാ അലൈക്കും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തന്നിരുന്നില്ലേ? നമ്മൾ എന്താ പറയാ പ്രിയപ്പെട്ടത്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? വലിയ ഒച്ചമുലൊക്കെ ഉണ്ടാവും. ഓഹം യസ്തരിഖൂന ഫിഹാ, അലമുറയിടുന്നാണ്, അട്ടഹസിക്കും അവൻ, ആർപ്പുവിളി നടത്തും. തിരിഞ്ഞു നോക്കാൻ റബ്ബില്ല. ഇവിടുന്ന് ഇപ്പൊ ഇല്ലേ, ഒരിക്കലല്ല തിരിഞ്ഞു നോക്കൂല.
വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ. അവിടുന്ന് പറയുന്നത് എന്താ? ഒന്ന് കരകയറ്റ്. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഇന്നാളുവരേക്കും ചെയ്യാത്ത സുകൃതങ്ങൾ റബ്ബേ ഇനി ഞാൻ ചെയ്തു കൊള്ളാം. അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യം, അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കാൻ, മനസ്സിലാക്കാൻ, മാറാനുള്ള സാഹചര്യം എമ്പാടും നിനക്ക് ജീവിതത്തിൽ തന്നില്ലേ? ഇഷ്ടം പോലെ തന്നില്ലേ? പക്ഷെ നീ അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് അനുഭവിച്ചു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഭയാനകതയുടെ ലോകമാണ്. ഈ നരകത്തിൽ നമുക്ക് രക്ഷ കിട്ടി, അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടും അല്ലേ? ഇനി സ്വർഗത്തെ പറ്റി പറയാൻ സമയമല്ല, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. ഞാൻ വേഗത്തിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ വിഷയം അവസാനിക്കും. വിശ്വാസികളെ ശ്രദ്ധിച്ചോ, സ്വർഗം ഇതുപോലെയുള്ള ലോക. കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഒത്തുചേർന്ന ലോക സ്വർഗം. പാപ്പ മരിച്ചാല് അപ്പാനെ കാണാൻ ആഗ്രഹിക്കാത്തവരാ. ചിലപ്പോൾ മക്കള് ഇളം പ്രായത്തിൽ മരിച്ചു പോകും. ഓലെ കാണണ്ടേ, നമ്മൾ ഉടപ്പറപ്പിങ്ങളെ കാണണ്ടേ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കാണണ്ടേ? എല്ലാവരെയും കാണാൻ പറ്റുന്ന ലോക സ്വർഗത്തിൽ. നരകത്തിലാണ് ഈ കണ്ണ് കാണൂല. നരകത്തിൽ എന്നാ പ്രയാസം അനുഭവിക്കുന്നവനെ അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാത്തവർക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കും. നരകത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മകന് വാപ്പാനെങ്ങനെ കാണിച്ചു കൊടുക്കും? കേട്ടോ, വാപ്പാടി വെക്കുക, വാപ്പാ ഒരിറ്റു വെള്ളങ്ങൾക്ക് തന്നെ തരുമോ? ഓനെ വിഷമിപ്പിക്കാനാണ്. നാദോ ഇങ്ങട്ടാ യുനാദൂനഹു എന്നൊക്കെ പറയുന്ന ആയത്തൊക്കെ സൂറത്ത് ഹദീദിലൊക്കെ കാണാൻ പറ്റും. സ്വർഗം സന്തോഷത്തിൻ്റെ, അല്ലല്ലാത്ത, അലട്ടലില്ലാത്ത, രോഗമില്ലാത്ത, ടെൻഷനില്ലാത്ത, നസേന മനസ്സിൻ്റെ. ഇപ്പോൾ ഈ ഇരിക്കണം, നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ 100,000 പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാവും. സാമ്പത്തിക വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ അതൊന്നുമില്ലാത്ത നസേന മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം ഉണ്ടാവില്ല, ഒരാളോടും ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. ജന്നാത്തു ആദിനിൻ ലത്തി വഅത്തുഹും, ജന്നാത്തു ആദിനിൻ ലത്തി വഅത്തുഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം. ആരാണ് അവിടെ സുഹൃത്തെ? സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, വഅസ്വാജിഹിം മക്കൾ, വഅസ്വാജിഹിം ഇണകൾ, വസുദ്ദിയാതിഹിം മക്കൾ അല്ലേ? എല്ലാവരും ഒത്തുചേരുന്ന സംഘം ഭൂമി. 70 വയസ്സ് മരിച്ച വാപ്പിയും നല്ല ചുറുചുറുക്കോടെയൊക്കെ, 95 മരിച്ച ഉമ്മയും നല്ല ചുറുചുറുക്കോടെ ആയിരിക്കും. എല്ലാവരും നല്ല ചുറുചുറുക്കോടെ, ആശുപത്രിക്കും വേണ്ടി എവിടേക്കും പോകേണ്ട സന്തോഷത്തിന്റെ റാഹത്തിന്റെ ലോകം. ഈ വിസ്തൃതമായ പ്രപഞ്ചം മണിയിച്ചൊരുക്കി റബ്ബല്ലേ. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. മലക്കുകളുടെ സമാധാനത്തിന്റെ വാക്കുകൾ എല്ലാ കവാടങ്ങളിൽ നിന്നും. അതാർക്ക ഒരുക്കി വെച്ചിരിക്കുന്നത്? വിശ്വാസികൾക്ക്, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അന്യോന്യം അഭിമുഖമായി ചാരിയിരിക്കുക, ഖുർആന്റെ ശൈലി. യാസീൻ സൂറയിൽ പരിചയമുള്ള ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി. ഈ ദുനിയാവിൽ എപ്പോഴും ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മുഖത്തോട് മുഖയിരുന്ന് വർത്താനം പറയാൻ സമയം കിട്ടാത്തവരായിരിക്കും വലിയ ശതമാനം. എന്നാൽ രണ്ടുപേരും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു, മുത്തഖീങ്ങളായി മുന്നോട്ട് പോയി. എന്നാൽ അവർ പരലോകത്ത് ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ, തണലുകളിൽ, അലൽ അറായികി, അരീക്കത്താണ് എന്താ? ചാരിയിരുന്ന് സുന്ദരമായ സോഫുകളിൽ ചാരിയിരുന്ന് സന്തോഷിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, സ്വർഗത മനസ്സാഗ്രഹിക്കണമൊക്കെ കിട്ടും. എന്തൊരു വിശ്വാസി ആഗ്രഹിച്ചോ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മുഅ്മിനീങ്ങളെ 2-3 കഷ്ണം തുണിയിൽ പൊതിയുന്നത്, അതൊക്കെ അവിടെ പൂർത്തീകരിക്കും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിങ്ങൾക്ക് മനസ്സാഗ്രഹിക്കണമൊക്കെ കിട്ടും. എന്തും വിശ്വാസി ആഗ്രഹിച്ചോ. മത്സ്യപിടുത്തക്കാരനെ, മത്സ്യം പിടിക്കുന്ന ഒരു താല്പര്യമുള്ള ഒരാള് ഒരു ഹദീസിലാണ്, മത്സ്യം പിടിക്കുന്ന ചിലർക്കൊക്കെ ഒരു താല്പര്യമാക്കാൻ. എന്ത് തിരക്കുണ്ടെങ്കിലും ചിലപ്പോൾ വലയെടുത്തിട്ട് പോകും. അവിടെ എത്തുന്ന സമയത്ത് മത്സ്യം പിടിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ച ന്യായമായ ആഗ്രഹമാണല്ലോ. ഭൂമി കാണാത്ത മീൻ ഇങ്ങനെ കാണാൻ വലയോണ്ട് പോയാൽ എങ്ങനെ കാണും? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച എന്താഗ്രഹം. അള്ളാന്റെ ഖുർആനിലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആയത്ത് വിശദമാക്കാൻ സമയമല്ല, ഉണ്ടല്ലോ പറയാം. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, എല്ലാം എനിക്ക് തരാം. ഇനി ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവരെ, ആയത്തുകൾ ഇനി ഓതാൻ സമയമല്ല, കുറേ ആയത്തുകളുണ്ട്. ഈ സ്വർഗ്ഗമായിരുന്നു സഹാബത്തും എല്ലാവരും മനസ്സിൽ കണ്ടത്. ജീവിതം നന്നായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കണിന് മുമ്പ് നീ സ്വർഗാവകാശിയാന്ന് റസൂൽ എന്തുകൊണ്ടാ പറഞ്ഞത്? ഈ സ്വർഗം കിട്ടാൻ സ്വർഗത്തിന്റെ സുഖം അനുഭവിച്ചു. ആയത്തുകൂടെ സ്വർഗത്തിന്റെ സുഖാനുഭൂതി അവർക്ക് ബോധ്യപ്പെട്ടു. എന്തിനും തയ്യാറായി അല്ലേ? സുബഹി സ്വലാത്ത് കഴിഞ്ഞാൽ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണൂല, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കാണ്, മത്സരിക്കാൻ സ്വർഗം കിട്ടാൻ. എവിടേക്ക് ഈ അബൂബക്കർ പോണത്?
എന്നും കാണുന്നില്ല. ദിക്റും തുഴയൊന്നും വല്ലാതെ ചെല്ലാതെ എണീറ്റ് പോകാം. വിശ്വാസികളെ, ഉമർ റളിയല്ലാഹു അൻഹു അല്പം ദിവസം കഴിഞ്ഞ് പിറകു കൂടുന്നു. സഹോദരങ്ങളെ, ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. ഒരു കണ്ണ് കാണാത്തൊരു അജൂസായ ഒരു വയസ്സെത്തിയായ ഒരു സ്ത്രീ ഉണ്ട്, കുറേ ഉള്ളു ഭാഗത്ത്. ആ സ്ത്രീക്ക് ഒരു ഹിദ്മ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പിറകിൽ കൂടി. എന്നിട്ട് ഒരു വഴി കൂടി പോയാൽ മറ്റൊരു വഴിയില്ല. അവിടെ എത്തിയപ്പോൾ മാറി നിന്നു. ചുരുക്കി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു വന്ന വഴിക്ക് തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വഴിക്ക് കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീ ക്ഷീണിതയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ അവസ്ഥ? പറഞ്ഞു, ഇന്ന അവസ്ഥയാണ്. എങ്ങനെ നിങ്ങളുടെ ജീവിത വഴികളൊക്കെ? ഒരു മനുഷ്യനോട് വരുന്നു, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും, ഒരല്പം ഭക്ഷണം കൊണ്ടുവരും, അദ്ദേഹം കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് തരും ചെയ്യും. വിശ്വാസികളെ, ആരാണതറിയോ? അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ മുട്ടുകുത്തി വീണ് കരയാണ്. അബൂബക്കർ എല്ലാരെയും വിഷമിപ്പിക്കുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എത്തൂലല്ലോ, പിൻഗാമികളെ പ്രയാസപ്പെടുത്താണല്ലോ അബൂബക്കർ എന്ന് പറഞ്ഞ്. കാരണം ആ മനുഷ്യൻ്റെ അവിടേക്ക് എത്തൂലല്ലോ എന്ന് പറയാം. എന്തേ പ്രിയപ്പെട്ടവരെ? കാരണം ആരിൽ നിന്നും കൈയിടി കിട്ടാനല്ല, ഫേസ്ബുക്കിൽ വരാനല്ല, എവിടെയും വരാനല്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിഞ്ഞു പോകുന്ന ഭീകരമായൊരു ദിവസം തന്നെ ജീവിതത്തിൽ വരാനുണ്ടെന്ന തിരിച്ചറിവ് അത്ഭുതമല്ല പ്രിയപ്പെട്ടവരുടെ ജീവിതം. എത്ര സംഭവങ്ങൾ! എന്തിനും ഒന്നാമൻ അബൂബക്കർ, എന്തിനും ഒന്നാമൻ അബൂബക്കർ. ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഒരു സ്ത്രീ ആകെ വിഷമിച്ചു പറയാം, ഇന്റെ ഒട്ടകത്തിന്റെ പാലാരാ കറന്നു തരാ? അൽ ഖലീഫ യഹ്ലിബുന്നാഖ, ഖലീഫ ഒട്ടകത്തിന്റെ പാല് കറന്നു തരൂ? ആ മനുഷ്യൻ ചെയ്യുന്നൊരു സേവനാണ് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കും. ഇനി ഖിലാഫത്ത് ഏറ്റെടുത്താൽ അത് നിർവഹിക്കോ? ഭയപ്പാടായിരുന്നു. അതും ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രം ഇനി പറയണോ? വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ. ഈ സ്വർഗവും നരകവും കണ്ട് ജീവിക്കരുന്നു. ഒരു അറാബി വന്നിട്ട്, യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സുബുനിയാതി വ ഉമ്മാഹുന്ന. ഒരു അറാബി വന്നിട്ട് പറയണം, ഖലീഫ ഉമർ ഞങ്ങൾക്ക് ഉടുക്കാൻ ഡ്രസ്സ് തരണം. എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളൊന്നും ഉടുക്കാൻ ഡ്രസ്സില്ല, അങ്ങ് ഖലീഫയല്ലേ, ഞങ്ങൾക്കുള്ള ഡ്രസ്സ് തരണം എന്ന് പറയണം. ഇങ്ങോട്ടോ, ഞങ്ങൾ ആകപ്പാടെ വിഷമത്തിലും പെട്ടിയിലും ദാരിദ്ര്യത്തിനുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വതസിദ്ധമായ ശൈലി പറഞ്ഞു, അന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റാന്ന രൂപത്തിൽ. ആ സമയത്ത് വീണ്ടും അയാൾ പാട്ടുപാടുന്ന ഇമ്മായിലന്നാരി ഇമ്മാ ജന്ന, സ്വർഗത്തും നരകത്തും മാറ്റുന്നൊരു ലോകല്ലേ. അന്നതിൻ്റെ പേരിൽ അങ്ങ് ചോദ്യത്തിന് വിധേയനായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾ കൊണ്ട് പരിഹാരം കാണിച്ചു കൊടുക്കുക. പൊട്ടിക്കരഞ്ഞ് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത മനുഷ്യനല്ല, പരിഹരിച്ചു കൊടുക്കുക.